മുത്തുമണികളെ, ഇത് ലൊക്കേഷൻ വരുന്നത് സ്പിന്നിങ് മില്ലാണ്, കാക്കഞ്ചേരി സ്പിന്നിങ് മില്ലാണ്. അതായത് നമ്മൾ NH-66 അടുത്ത് നമ്മൾ സർവീസ് റോഡ് ഉണ്ടാവില്ല, ആ സർവീസ് റോഡ് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു സർവീസ് റോഡ്, വേറൊരു സർവീസ്, അതായത് 2 സർവീസ് റോഡാവും. ഈ സർവീസ് റോഡ് നമ്മൾ പഴയ ചന്ത ഉള്ള സ്ഥലമാണ്. ഈ കുണ്ട് കണ്ടില്ല, എത്ര ഭയങ്കര ആയുള്ളൊരു കുണ്ടാണ് ഈ പ്രദേശം. അങ്ങനെ അതേ ലെവലിൽ തന്നെ നല്ലൊരു ഈ കയറ്റവും അത്യാവശ്യം വലിയ കയറ്റവും ഇറക്കമൊക്കെ ഉള്ള ഒരു സർവീസ് റോഡാണ് ഈ കാണുന്നത്. ഉണ്ടാക്കിയത് പുതിയ സർവീസ് റോഡാണ് KNRC ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഈ ഇടത്തോട്ട് അങ്ങോട്ടൊക്കെ പോകാനുണ്ടെങ്കിൽ ഇടത്തോട്ട് ഒരു റോഡ് ഇങ്ങനെ കുത്തനെ താഴോട്ടും ഉണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഈ സർവീസ് റോഡ് നമ്മുടെ വണ്ടിയിൽ നമ്മളൊന്ന് ഇറക്കി നോക്കിയതാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പരിസരത്തൊന്നും കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉയരമുള്ള വലിയ കുണ്ടും കയറ്റവും എല്ലാം കൂടി ആയിട്ടുള്ള ഒരു സർവീസ് റോഡാണ് ഇത്. അടിപൊളി റോഡാണ്. പക്ഷേ നമ്മൾ ഓട്ടോ ഇങ്ങനത്തെ ചെറു വാഹനങ്ങളൊക്കെ ഇറക്കി കഴിഞ്ഞാൽ കുറച്ച് പണിയുണ്ടാവും. കാരണം നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് കയറ്റാൻ കഴിയില്ല. സെക്കൻഡ് 3 കയറാൻ പറ്റില്ല. ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് അങ്ങനെ ഒരു ആക്സിലേറ്റർ ഫുള്ളായിട്ട് പിടിക്കാതെ ഒരു ലെവൽ മിനിമത്തിൽ പിടിച്ച് കഴിഞ്ഞാൽ തന്നെ വണ്ടി ഏകദേശം നമുക്ക് ഭയം മാറും. കാരണം പേടി വരും, ഇത് കയറൂലേ, കയറ്റം കയറൂലേ, കുറച്ചനെ ബാക്കോട്ടിട്ട് ഇറങ്ങും എന്നുള്ള ഭയമൊക്കെ ഉണ്ടാവും. ഏതായാലും നമ്മൾ അത് സിമ്പിളായിട്ട് ഇറക്കി കയറ്റം കയറ്റി. കാരണം നമ്മൾ പിന്നെ ഇനിയും നമ്മളെ നാട്ടിലൊക്കെ ഫുള്ള് കയറ്റവും ഇറക്കമുള്ളൊക്കെ റോഡ് ആയതുകൊണ്ട് നമുക്ക് ഒരു ഭയമില്ലാതെ ഈ കുത്തര ഇറക്കവും കയറ്റുള്ളത് നമ്മൾ സുഖമായിട്ട് ഇറക്കി കയറ്റി. ഇത് കണ്ട് ആരും അനുഗമിക്കരുത്. കാരണം സപ്പോസ് അത് കയറ്റം കയറിയില്ലെങ്കിൽ റിവേഴ്സ് തന്നെ ബാക്കോട്ട് പോരാനും സാധ്യതയുണ്ട്. പേടിയുള്ള ആളുകളൊന്നും ഇത് ഒരിക്കലും ഇതിലെ ഇറക്കി വണ്ടി ഓടിക്കരുത്. അത് മേലുള്ള സർവീസ് റോഡിൽ തന്നെ പോയാൽ മതി. ഇത് നമ്മൾ കണ്ടപ്പോൾ നമുക്കൊരു ആഗ്രഹം ഇതൊന്ന് കയറ്റി ഒന്ന് നോക്കാം എന്നുള്ള ഒരു ഇറങ്ങിയതാണ്. ഏതായാലും KNRC അടിപൊളി വർക്ക് തന്നെയാണ് ചെയ്തത്. കാരണം ഇവിടെ ഒരു സർവീസ് റോഡ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്താണ്. കാരണം നമ്മളൊക്കെ മുന്നേ പോകുമ്പോൾ നോക്കുമ്പോൾ തന്നെ വലിയൊരു കൊക്കയാണ് ഇങ്ങോട്ട് കണ്ടത്, വലിയ കൊക്ക. ആ കൊക്കയെ കൂടെയൊക്കെ റോഡ് ഇങ്ങനെ കൊണ്ടുവന്നതിൽ KNRCനെ അഭിനന്ദിക്കണം. ഏതായാലും ആദ്യം തന്നെ പറയാം, ഇത് കണ്ടിട്ട് നാളെ ആരും വണ്ടി എടുത്ത് ഇങ്ങോട്ട് ഇറക്കരുതേ, പണി പാളും. ചിലപ്പോൾ പറയാൻ പറ്റില്ല, എക്സ്പീരിയൻസ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അടുത്ത വീഡിയോ വീണ്ടും വരും.